പാലക്കാട് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ ശക്തമാണ്. 8 അംഗ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. 3 ദിവസം മുൻപാണ് പാലപ്പുറം സ്വദേശി യൂസഫ് ഒഴുക്കിൽപ്പെട്ടത്. മീൻ പിടിക്കുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത്. തിരച്ചിൽ കാര്യക്ഷമമല്ല എന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയിരുന്നു. അരുൺ ആലത്തൂർ ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ഞാൻ എന്റെ പ്രോഗ്രാം ശരി, അരുൺ കേൾക്കാമെങ്കിൽ തുടരാം. പാലക്കാട് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി ഊർജിതമായ തിരച്ചിൽ നടക്കുകയാണ്. 8 അംഗ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാണ്. 3 ദിവസം മുൻപാണ് ഇത്തരത്തിൽ പാലപ്പുറം സ്വദേശി യൂസഫ് ഒഴുക്കിൽപ്പെടുന്നത്. മീൻ പിടിക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടമായിരുന്നു. തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സ്കൂബ ടീം അവിടെ പരിശോധന നടത്തുന്നത്. അരുൺ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിലാണ് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 അംഗ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. 3 ദിവസം മുൻപാണ് പാലപ്പുറം സ്വദേശി യൂസഫ് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത്. മീൻ പിടിക്കുന്നതിനിടയിലായിരുന്നു അപകടം. മീറ്റിന് തടയണയ്ക്ക് സമീപത്ത് നിൽക്കെ അപകടത്തിൽപ്പെടുകയായിരുന്നു. തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും വലിയ രീതിയിലുള്ള പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി.